ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ഉത്സവം നടക്കില്ലേ. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ ഈ പോണതിൻ്റെ പിറ്റേ ദിവസം അവിടെ ലാസ്റ്റ് ദിവസം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഗുരുവായൂരൊന്ന് പോകണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞങ്ങളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ആ പറമ്പിൻ്റെ ഞാൻ ഫോണൊന്ന് പിടിച്ചാൽ ചെന്നപ്പോൾ തിരിഞ്ഞു പോയതാട്ടാ. അപ്പോൾ ആ പറമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടാ ചിന്നുവിൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ സേഫായിട്ട് ഓള് റോഡിൽ നിന്നൊക്കെ കയറ്റിയിട്ടാ. അപ്പോൾ ബസ് ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയ കാരണം ഗുരുവായൂരിൻ്റെ അങ്ങോട്ട് പോകില്ല കേട്ടാ. വേറൊരു ഭാഗത്ത് നിർത്തിയിട്ട് കുറച്ച് നടക്കണം. അപ്പം നമ്മൾ ആ കണ്ടില്ലേ, അത് ഇവിടെ ഫസ്റ്റ് കിട്ടിയ ഒരു പ്രതിമയാണ് കേട്ടാ. അപ്പോൾ അത് അവിടെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ പിടിച്ചതാണ്. പിന്നെ ഒരുപാട് തിരക്കായിരുന്നു കേട്ടാ. എന്നാലും ഒക്കെ ഭംഗിയായിട്ടൊക്കെ തൊഴുതു പോരാൻ പറ്റിയിട്ടാ. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറൂണൊക്കെ നടക്കണ അവിടേക്ക് കയറി സുഖമായിട്ടൊക്കെ തൊഴുത്. മറ്റേത് മഞ്ഞളാലിൻ്റെ അവിടെയാണ് കേട്ടോ ക്യൂ ഒക്കെ. നമുക്ക് പോയിട്ട് വരാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരാൾ കയറി തൊഴുതു. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം കയറി തൊഴുതു. എന്താ വെച്ചാൽ ഫോണൊക്കെ വെച്ചാൽ പിന്നെ അതിനൊക്കെ വരി എവിടെയോ ആണ്. അപ്പോൾ അങ്ങനെ തൊഴുതലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂവിൽ ഒരു അരമണിക്കൂർ വരെ ആയിട്ടാണ് നിൽക്കേണ്ടി വന്നുള്ളൂ. കാരണം പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലമാണ് കേട്ടോ. 1500 ആൾക്കാർക്കൊക്കെ ഒറ്റ ട്രിപ്പിൽ ഇരിക്കാൻ പറ്റും. സംഗീത കച്ചേരിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാനും ആളുകൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ വരെയൊക്കെ ക്യൂവിൽ നിന്നുള്ളൂ. നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റിയിട്ടാ. 1500 ആൾക്കൊക്കെ ഒറ്റ ട്രിപ്പിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സദ്യയായിരുന്നു. പായസമല്ലാത്ത ഒട്ടുമിക്ക വിഭവങ്ങളുമായിട്ടുള്ള ഒരു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഒരു അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ ഇത് അവിടെ കുറേ ആളുകൾക്ക് ഈ ഉത്സവം തുടങ്ങിയ അതിൻ്റെ മുന്നേ തന്നെ അവിടെ ജോലി കേട്ടാ. ഇല മുറിക്കാനും ഇല തുടയ്ക്കാനും പ്ലാല കുത്താനും ഈ പ്ലാവിലുണ്ടല്ലോ അത് കുത്തിയിട്ടല്ലേ കഞ്ഞിയൊക്കെ കൊടുക്കുക. അതിനും ഒരുപാട് പണിക്കാർ. പിന്നെ ഭക്ഷണം കൊടുക്കാനൊക്കെ സ്ത്രീകളാണ് കേട്ടോ, വിളമ്പാനൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മോളുടെ കല്യാണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന സ്ഥലമായിട്ടത്. അവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഓരോരുത്തരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് പല സ്ഥലത്തും ഇതുപോലെ ഓരോ ശില്പങ്ങളൊക്കെ ഓരോ ഇത് ആണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അതോ ഇങ്ങനെ ഗുരുവായൂരത്തെ അതോ ഓരോ വിഭാഗം ആളുകൾ ഇങ്ങനെ ചെയ്ത് വെച്ചതാണെന്നും അറിയില്ല. എന്തായാലും പല സ്ഥലത്തും കാണാനൊക്കെ അനവധി ഉണ്ടായിരുന്നു കേട്ടോ. എക്സാമൊക്കെ ആയ കാരണമാവും അല്ലേ സ്വപ്ന, അല്ലെങ്കിൽ സ്വപ്ന ഇപ്പോൾ പോയായിരുന്നു. എന്താ വെച്ചാൽ ഗുരുവായൂർ നല്ല ഉത്സവമാണ് ഈ കുംഭമാസത്തിൽ. അങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടിയിട്ടാ. അപ്പോൾ എന്തോന്ന് ഫോട്ടോ എടുക്കുക പറഞ്ഞപ്പോൾ പിന്നെ അവൾക്കൊന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ ഒന്ന് കുറച്ച് പിടിച്ച് തന്നിട്ട് എന്നിട്ട് പിന്നെയും ഇങ്ങനെ ചോദിക്കുക ഇനി എടുക്കണമെന്ന് വെച്ചാൽ മതി അഞ്ഞി വേണം ഇങ്ങനെ നിന്നിട്ട് ഒന്നും കൂടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് സന്തോഷമായിട്ടാ. എന്തോ ഒരു നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച പോലെ കേട്ടാ. നിർത്തിയിട്ടൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ ആ പെൺകുട്ടി എടുത്ത് തന്നിട്ട് ലാസ്റ്റ് ഞാൻ ഷെയ്ക്കൻ്റെ ഒക്കെ കൊടുത്ത് താങ്ക്സ് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചിയുടെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഏതോ എന്തായാലും ആ കുട്ടിക്കൊരു ഹായ് അല്ലേ. അപ്പം നമ്മളൊരു പരിചയമില്ലാത്ത ആൾക്കാരെയൊക്കെ നമുക്ക് ഇതുപോലെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഈ ഒരു കുളം ഞാൻ കണ്ടില്ല കേട്ടാ. ഇത് കുളിക്കുന്ന കുളം തന്നെയത്രേ. അതിൽ മീനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് എനിക്ക് കാട്ടി തരിക. പക്ഷേ ഭയങ്കര വെയിലാട്ടാ കുട്ടികളെ. പോന്നിട്ട് അവിടുന്ന് ഇനി എന്താ കുളത്തിൽ വെള്ളം മീൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാനതൊന്നും കാണാൻ നിന്നില്ല. പോയി ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ 1:30 ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ. അപ്പം പടിഞ്ഞാറൻ നടക്കിലേക്ക് ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ ആ പോണ വഴിക്കുള്ള അമ്പലത്തിൻ്റെ തന്നെ അടുത്തൊക്കെ ഉള്ളിലൊക്കെ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. ഓരോന്നും ഉത്സവ ആശംസകൾ ക്ഷേത്ര ജീവനക്കാർ. അപ്പോൾ ക്ഷേത്രത്തിലുള്ള ജീവനക്കാരെ വക തന്നെയാണ് കേട്ടോ അതൊക്കെ. നല്ല ഭംഗിയുണ്ട്. എല്ലായിടത്തും ഒരു കൃഷ്ണൻ്റെ പ്രതിമയുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, പൈതൃകം ഗുരുവായൂർ ക്ഷേത്രാചാര കമ്മിറ്റി, അങ്ങനെ ഓരോ കമ്മിറ്റിക്കാരാണ് തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ശില്പങ്ങളും പ്രതിമകളോ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ, അങ്ങനെ എന്തിനാ പറയണത്, ഭയങ്കര കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. ആളുകൾ ഭയങ്കര ഓരോന്ന് പേഴ്സ് കിട്ടിയിട്ടും വാച്ച് പോയിട്ടും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊന്നും ആരും മോഷിച്ച് കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഒക്കെ അവിടെ ഏൽപ്പിക്കും എന്തായാലും. അതാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഈ ഉത്സവമായ അത് കിട്ടണതാട്ടാ. ആ ഒരു ഇത് കഴിഞ്ഞാൽ അയക്കും ചെയ്യും കേട്ടോ. എന്തായാലും ഒരു നല്ല രസമുണ്ടല്ലേ. എത്രയോ പണിക്കാരാണ് അങ്ങനെ കെട്ടി കെട്ടി വരിക. കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിലുണ്ട് ഒരു കൃഷ്ണൻ അല്ലേ. അപ്പം അങ്ങനെ പിന്നെ ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടാ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ വേറെ വന്നതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. ആ വീഡിയോ നാളത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. കാരണം ഈ ഗുരുവായൂരത്തെ വിശേഷങ്ങൾ അങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഞാൻ അതിൽ വേറെ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് ഇട്ടാത്ത. 7 മിനിറ്റ് 8 മിനിറ്റ് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൽ എന്തൊരു ഐശ്വര്യമല്ലേ മുഖം കാണുമ്പോൾ തന്നെ. അങ്ങനെ പൂമാലയൊക്കെ അങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമാട്ടാ. അങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ ആ അലങ്കരിച്ചതിൻ്റെ മേലേക്കും അവിടെ ഉണ്ടായിട്ടുള്ള മഞ്ഞ ജമന്തി ഇതായിട്ട് മരത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഈ കടലാസ് പൂവൊക്കെ പോയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ. അപ്പം എല്ലാതും ഒന്ന് വീഡിയോ പിടിച്ചു കേട്ടാ. അതെ, എൻ്റെ അണ്ണാച്ചികൾ കുപ്പിപ്പാട്ട വന്നിരുന്നതിനാണ് ഇപ്പം ഇവിടുത്തെ ആളാ തോന്നുന്നുണ്ടേ. അപ്പം പോകുമ്പോഴും മൂപ്പരോടൊക്കെ എടുക്കണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഈ അണ്ണാച്ചികളൊക്കെ എന്തോ അവിടെ നിന്നൊക്കെ എടുക്കുന്ന കണ്ടിട്ട് കുഴക്കുകയാണ് കേട്ടാ. അപ്പം ഞാൻ അത് ശരിക്കൊരു മരമാണെന്ന് വിചാരിച്ചിട്ടാ. ഒരു ഡെമ്മി മരമാണ് കൂട്ടുകാരെ. എന്തൊരു ഭംഗിയല്ലേ. പകുതി കൊമ്പുകൾ മുറിച്ചിട്ട് പൊടിച്ച് വരുന്ന പോലത്തെ ഒരു ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ കുറച്ചധികം നേരം അവിടെയൊക്കെ നിന്നു. അപ്പം ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് ഏട്ടാ അപ്പുറത്ത് നിന്നിട്ട് എടുത്തില്ല ഏട്ടാ. എന്നിട്ട് ഇന്ത്യക്ക് വിട്ടു വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.